പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രിഡ്ജ് ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാകില്ല അല്ലേ? പക്ഷേ ആ ഫ്രിഡ്ജ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ഫ്രിഡ്ജ് പ്രോപ്പറായി ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായി ആദ്യം സോഡാപ്പൊടിയും നാരങ്ങാ നീരും ഡിഷ് വാഷ് ലിക്വിഡിന് പകരം ഷാമ്പു ഉപയോഗിച്ചാലും മതി. പിന്നെ നമ്മുടെ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. വിനാഗിരിയും നാരങ്ങാ നീരും ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് ചേർക്കുമ്പോൾ കറ പെട്ടെന്ന് ഇളകുകയും ആ ബാഡ് സ്മെൽ ഇല്ലാതാക്കുകയും ചെയ്യും. പിന്നെ ക്ലീനിങ്ങിന് മുന്നേ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യം ഫ്രിഡ്ജിലേക്കുള്ള സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏത് കമ്പനിയുടെ എത്ര വില കൂടിയ ഫ്രിഡ്ജ് ആണെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്യാതെ വർക്കിങ്ങിലായിരിക്കുമ്പോൾ ക്ലീൻ ചെയ്യാൻ പാടില്ല. ഞാൻ ആദ്യം ഫ്രീസറാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസറിനുള്ളിലെ സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. മാക്സിമം നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളുള്ളപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. കാരണം പലരും വീഡിയോയിൽ അരമണിക്കൂർ കൊണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം എനിക്ക് സമയം വേണ്ടി വന്നു. അപ്പോൾ ചില സാധനങ്ങൾ അത്രയും സമയം പുറത്തിരിക്കുമ്പോൾ കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ഞാൻ ഇതുപോലൊരു സ്പോഞ്ച് എടുത്ത് നന്നായിട്ട് ആ ലിക്വിഡിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രീസർ മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പോഞ്ച് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു പത കൊണ്ട് കുറേ നമ്മുടെ അഴുക്കൊക്കെ ഇളകാനായിട്ട് സഹായിക്കും. ഞാൻ ഈ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തിലധികമായി. പക്ഷേ ആദ്യമായിട്ടാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. എല്ലാ മാസവും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള വൃത്തികേടൊന്നും ഫ്രിഡ്ജിന് തോന്നിയിട്ടില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശക്തിയിൽ ഇങ്ങനെ കറ ഇളകി വരത്തില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ നല്ലൊരു പങ്ക് തന്നെ ഫ്രിഡ്ജ് വഹിക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങിലൂടെ നമുക്ക് ധാരാളം അസുഖങ്ങളെ തടയാൻ സാധിക്കും. ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ധാരാളം അസുഖങ്ങളെ നമുക്ക് വിളിച്ചു വരുത്താനും സാധിക്കും. ഇന്നത്തെ ക്ലീനിങ്ങിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഈ 3 വർഷം ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായ രീതിയിലുള്ള ക്ലീനിങ് ആയിരുന്നു. അതിനെ ക്ലീനിങ് എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അത്രയും അഴുക്ക് എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ കാണാത്ത ഇടങ്ങളിലുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 6 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നല്ല, ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനത് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ഫ്രിഡ്ജ് അത്രയും അധികം മോശം അവസ്ഥയിലായിരുന്നു. ക്ലീൻ ചെയ്യാറുണ്ടെങ്കിലും ഡീപ്പ് ക്ലീൻ ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി 3 ടവൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നൊരു കോട്ടൺ ടവലും 2 അല്ലാത്ത ഇതുപോലത്തെ ടവലും. ഇതുപോലത്തെ ടവലായിരിക്കും കുറച്ചുകൂടി നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസി. കാരണം നമുക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 ടവലെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നന്നായിട്ട് അഴുക്കെല്ലാം തുടച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ഭാഗങ്ങളും നമുക്ക് സ്ക്രബ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ചില കോർണേഴ്സും പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളിലും നമുക്ക് സ്ക്രബ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ ഫ്രീസറിലുണ്ടായിരുന്ന ആ ട്രേ ഇളക്കി മാറ്റിയപ്പോൾ കണ്ടതാണ് ഇത്രയും അഴുക്കും പൊടിയും. അത് ആ ട്രേയുടെ ഇടയിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇതുവരെയായിട്ടും ആ ട്രേ ഇളക്കി മാറ്റി ക്ലീൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 വർഷം കൊണ്ടുണ്ടായിരുന്ന അഴുക്കാണത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ, ആ അഴുക്കെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഭാഗത്ത് ഞാൻ നേരത്തെ ടൂത്ത് ബ്രഷ് വെച്ച് റബ്ബ് ചെയ്തപ്പോൾ അഴുക്കളവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ ബഡ്സിൻ്റെ കോട്ടണിൽ ഇതാ കണ്ടില്ലേ, ഇതുപോലെ പൊടിയും അഴുക്കും എല്ലാം പറ്റിപ്പിടിച്ച് ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രീസറിൻ്റെ ഉൾവശം ഏകദേശം 90% നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡോർ ഗാസ്കറ്റിൻ്റെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിളി പറന്നുപോയി. അത്രമേൽ അഴുക്കായിരുന്നു ഈ ഭാഗത്ത്. കാരണം 3 വർഷമായിട്ട് ഞാൻ ഈ റബ്ബർ പോലത്തെ ഈ ഭാഗം ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രമേൽ അഴുക്കുള്ളത്. അപ്പോൾ ആ ഭാഗം ക്ലീൻ ചെയ്യാൻ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒരിക്കലും പറ്റില്ല. കാരണം കുറച്ച് പാടാണ് അവിടെ വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ ലിക്വിഡിൽ മുക്കിയിട്ട് ആ ബ്രഷ് ഉപയോഗിച്ച് ഞാൻ മാക്സിമം അതിൻ്റെ ഇടയിലേക്ക് ബ്രഷ് കയറ്റി തന്നെയാണ് ക്ലീൻ ചെയ്തത്. എന്നിട്ട് ഇതുപോലൊരു ബഡ്സ് ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ച് നീക്കി ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. അതാ ഇത്രയും അഴുക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അയ്യോ ഇതെന്തൊരു വൃത്തികേടാണ് എന്നൊരു തോന്നലുണ്ടായി. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഗാസ്കറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡീപ്പ് ക്ലീൻ ചെയ്യുന്നവരും ഉറപ്പായിട്ടുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാറില്ലായിരുന്നു. വെറും നോർമൽ ക്ലീനിങ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും അഴുക്ക് ആ ഗാസ്കറ്റിൻ്റെ അവിടെ ഉണ്ടായതും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ വെറുതെ നോക്കുമ്പോൾ വലിയ അഴുക്കുള്ളതുപോലെ തോന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തുമാത്രം അഴുക്കാണ് ആ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ മാക്സിമം ഡോർ ഗാസ്കറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു തുണി തറയിൽ വിരിച്ചിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ആ അഴുക്കും ചെളിവെള്ളവും ഒന്നും താഴേക്ക് വീണ് ടൈൽസ് വൃത്തികേടാവില്ല.
പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഇതുപോലെ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ താഴെ വീണ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഫ്രീസറിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും മാറ്റി വെളിയിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലെ സാധനങ്ങളും മാത്രമല്ല എല്ലാ ഷെൽഫും ഞാൻ ഇതുപോലെ ഇളക്കി മാറ്റുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 ട്രേയും ഇളക്കി മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന അഴുക്കും പൊടിയാണ് ദേ ഈ കാണുന്ന ഇത്രയും. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ഒരു ഗിൽറ്റി ഫീൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ആ ട്രേ ഇരിക്കുമ്പോൾ നമുക്ക് ഈ അഴുക്കോ പൊടിയോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതെല്ലാം ഒന്ന് ഇളക്കി നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തുമാത്രം അഴുക്കും പൊടിയുമാണ് ഉള്ളതെന്ന്. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ആ സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം റബ്ബ് ചെയ്തെന്ന് വെച്ച് ഇത് അഴുക്കൊന്നും ഇളകി വരില്ല. കാരണം അത്രയും ഇങ്ങനെ ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ബ്രഷ് വെച്ചും പിന്നെ സ്ക്രബ്ബ് വെച്ചും ഒക്കെയാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ 1-2 പ്രാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഈ അഴുക്കൊക്കെ ഇളവി, ഇത് വെജിറ്റബിൾസ് വെക്കുന്ന ആ ഒരു ട്രേയുടെ ആ ഒരു ഭാഗമായിരുന്നു. ഈ അഴുക്കും ഈ കറിയൊക്കെ ഇളകാനായിട്ട് അത്യാവശ്യം നല്ലതായിട്ട് ഞാൻ പാടുപെട്ടു. അപ്പോൾ ഒരുവിധം അഴുക്കെല്ലാം നന്നായിട്ട് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി 2-3 ടവൽ വെച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കുക. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ടവൽ മാക്സിമം വേറെ അഴുക്കോ പൊടിയോ ഒന്നും ഇല്ലാത്തതായിരിക്കണം. കാരണം അതിലെന്തെങ്കിലും അഴുക്കോ പൊടിയോ ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഇനി ലാസ്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഡോറിൻ്റെ സൈഡിലുള്ള ആ ഒരു 2-3 റാക്കും ആ ഒരു സ്പേസുമാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളും ആ റാക്കോട് കൂടി എടുത്ത് വെളിയിലേക്ക് വെക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫസ്റ്റ് റാക്കിലായിരുന്നു കോഫി പൗഡർ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഷെൽഫ് ഇളക്കി മാറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പൊടിയാണ്. അത് കോഫി പൗഡറിൻ്റെയാണ്, വേറൊന്നുമല്ല. എന്നാലും അത്രയും അഴുക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രീസറിൻ്റെ ഡോർ ഗാസ്കറ്റിനേക്കാളും നല്ല രീതിയിലുള്ള അഴുക്ക് താഴത്തെ ആ ഒരു വശത്തെ ഡോർ ഗാസ്കറ്റിനുണ്ടായിരുന്നു. അതായത് നിങ്ങൾ കാണുന്നത് പോലെ ഇത് ഞാൻ വെള്ളം കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അഴുക്കൊന്ന് ഇളകിയിരിക്കുന്നത്. അത്രയും അഴുക്കും പൊടിയും അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡോർ ഗാസ്കറ്റിൽ ഇത്രയും അഴുക്കും പൊടിയും ഇരുന്നാൽ തന്നെ ഫ്രിഡ്ജ് നേരെ അടയില്ല. അതിലൂടെ നമുക്ക് ഒത്തിരി കറണ്ട് കൺസ്യൂം ചെയ്യും. അങ്ങനെ ആ ഭാഗങ്ങളും മാക്സിമം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച അതേ ലിക്വിഡ് കൊണ്ട് തന്നെ ഐസ് ട്രേയും ബാക്കി എല്ലാ ഷെൽഫുകളും ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വെക്കുന്നുണ്ട്. കാരണം ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് തോന്നും. പിന്നെ ഫ്രിഡ്ജിലേക്ക് തിരിച്ചു വയ്ക്കുന്ന ഈ എല്ലാ ബോട്ടിൽസും ഞാനൊരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഇതിൻ്റെ കറയും അഴുക്കും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആ പാടും കറയൊക്കെ വീണ്ടും നമ്മുടെ ഫ്രിഡ്ജിൽ പറ്റി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ ഫ്രിഡ്ജ് നല്ല ഡീപ്പ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. ഫ്രിഡ്ജ് ഞാൻ വിചാരിച്ചതിലും അധികം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കഴുകി പുറത്ത് ഉണക്കാൻ വെച്ചിരുന്ന ആ ട്രേകളെല്ലാം തന്നെ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ആ മാറ്റ് വെക്കാത്തത് കൊണ്ട് എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ പുതിയൊരു മാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ഫ്രിഡ്ജ് അധികം കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോറ് നേരെയാണോ അടഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അടച്ചു നോക്കുക. ന്യൂസ് പേപ്പർ താഴെ വീഴുന്നു എന്നുണ്ടെങ്കിൽ ഡോർ ഗാസ്കറ്റ് കംപ്ലൈൻ്റ് ആണ്, ഫ്രിഡ്ജ് നേരെ അടഞ്ഞിട്ടില്ല, അധികം കറണ്ടും കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതേസമയം ന്യൂസ് പേപ്പർ ഇങ്ങനെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഗാസ്കറ്റ് ഓക്കെയാണ്, കറണ്ടും കൺസ്യൂം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാവരും ഉറപ്പായും ഇതുപോലെ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.